എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു മൺകുടമാണ് എടുത്തിരിക്കുന്നത്. ഈ മൺകുടത്തിലേക്ക് നമുക്ക് ജൂട്ട് ചുറ്റി കൊടുക്കാം. ആദ്യം അല്പം പശ തേച്ചിട്ട് ജൂട്ടിങ്ങനെ ചുറ്റി കൊടുക്കാം. ചുറ്റിനും ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കണം. അതിനുശേഷം ജൂട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. ആദ്യം ചുറ്റുമ്പോൾ മാത്രം നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ റൗണ്ടിൽ തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം ചുറ്റിയ ജൂട്ട് നല്ല തിക്നെസ് ഉണ്ടായിരുന്നു, നല്ല കട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പകുതി വരെ അതെനിക്ക് ചുറ്റാൻ തികഞ്ഞതുണ്ട്. പിന്നെ ചുറ്റിയ ജൂട്ടിന് വളരെ തിന്നായിപ്പോയി, കട്ടി കുറവായിപ്പോയി. അതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് പോലെ വരുന്നുണ്ട്. നിങ്ങൾ മേടിക്കുമ്പം നല്ല കട്ടിയുള്ള ജൂട്ട് നോക്കി മേടിക്കണം. അതാകുമ്പം അടുപ്പിച്ചടുപ്പിച്ച് ഇഴ ഇങ്ങനെ അകന്നു പോകാതെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിങ്കുരു പൊട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ തേച്ചിട്ട് പുളിങ്കുരു പൊട്ടിച്ചു കൊടുക്കാം. പുളിങ്കുരു മുഴുവനും ഒട്ടിച്ച് തീർന്ന്. ഇനി നമുക്ക് കുറച്ച് മുട്ടത്തോട് മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. മുട്ടത്തോടെല്ലാം ഒട്ടിച്ച് തീർന്ന്. ഇനി നമുക്ക് മുകളിൽ വയ്ക്കാൻ വേണ്ടി 2 ഈർക്കലെടുത്ത് ഒട്ടിക്കുക. പശ തേച്ച് ഒട്ടിച്ചെടുക്കാം. 2 ഈർക്കലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് ഒട്ടിക്കുക. ഇതിന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം ഇതിൽ പെയിൻ്റ് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ പച്ച പെയിൻ്റാണ് ഇതിലടിച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരു ഓരോന്നോരോന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്പം ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്ന് ഒട്ടിച്ചു കൊടുക്കണം. മൊത്തത്തെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം തിരിച്ചും അതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമുക്കിഷ്ടമുള്ള കളറ് അടിച്ചു കൊടുക്കാം. ഞാനിതിൽ യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങിയതിന് ശേഷം കുടത്തിലേക്ക് കുറച്ച് തെർമോക്കോള് പൊട്ടിച്ചിടുക. നിറച്ച് കൊടുക്കണം, എന്നാലേ ഇത് കുത്തി വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈർക്കലേ ഇതിലേക്ക് ഓരോന്നോരോന്ന് കുത്തി വയ്ക്കുക.
ഇനി ഞാൻ പോയി അല്പം മുത്തെടുത്തുകൊണ്ട് വരട്ടെ, അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിക്കാനേ. മുത്തെടുക്കാൻ മറന്നുപോയി. ഇതിലേക്ക് മുത്തൊട്ടിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുത്തുകൾ ഒട്ടിച്ച് കൊടുക്കുക. മുകളിൽ അല്പം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.